ഹലോ, എല്ലാവർക്കും ബയോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ +1 ബയോളജിയിലെ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിന്റെ ആൽഗയെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സും റീപ്രൊഡക്ഷനും എക്കണോമിക് ഇമ്പോർട്ടൻസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ആൽഗകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ബോക്സ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലും മിക്കവാറും ആ ടെസ്റ്റിൽ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഇനിയും ചോദിക്കാം, അല്ലെങ്കിൽ മറ്റു പോർഷനിൽ പുതിയ ക്വസ്റ്റ്യൻസ് വരാം. പോകാം ക്ലാസ്സിലേക്ക്. Algae are classified into three major groups such as Chlorophyceae, Phaeophyceae and Rhodophyceae. ആൽഗകളെ അവരുടെ താലസിന്റെയും ബോഡിയിലുള്ള പിഗ്മെന്റ്സിന്റെയും റീപ്രൊഡക്ഷന്റെയും ഒക്കെ ബേസിലെ ആൽഗകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ആൽഗകളുടെ ക്ലാസിന്റെ ഒരു കമ്പാരിസൺ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളെ ആ ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ ബാക്കി ക്യാരക്ടേഴ്സ് ഓരോരോ പാരഗ്രാഫിലാണ് തന്നിരിക്കുന്നത്. പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ ആ ഓരോ പാരഗ്രാഫിൽ തന്നിരുന്ന പോയിന്റും കൂടെ കമ്പാരിസൺ ആക്കിയാണ് തന്നിരിക്കുന്നത്. അതായത് 3 ഗ്രൂപ്പാക്കി തന്നെ എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നോക്കാം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ആളുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്: ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ആദ്യം അതിന്റെ കോമൺ നെയിം നോക്കാം. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് കോമൺ നെയിംസ്. ഇത് കണക്കൊരു ബോക്സ് തന്നിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. എയോ ബിയോ സിയോ കൊടുത്തേക്കും, അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കോമൺ നെയിം ക്ലോറോഫൈസിയെ അറിയപ്പെടുന്ന പേരുണ്ട് ഗ്രീൻ ആൽഗ. പൊതുവെ അറിയപ്പെടുന്ന പേര് ഹരിത ആൽഗ, ഗ്രീൻ ആൽഗ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗ എന്നും റോഡോഫൈസിയെ റെഡ് ആൽഗ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഓരോ ആളുകളുടെ കോമൺ നെയിമാണ് ഇപ്പൊ തന്നിരിക്കുന്നത്: ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ ആൻഡ് റോഡോഫൈസിയെ റെഡ് ആൽഗെ. മേജർ പിഗ്മെന്റ്സ്, ഓരോ ക്ലാസ്സിലുമുള്ള മേജർ പിഗ്മെന്റ്സ് എന്തൊക്കെയാണ്? ഗ്രീൻ ആൽഗയിലെ മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എയും ബിയും തന്നെയാണ്. എന്നാൽ ബ്രൗൺ ആൽഗയിൽ ക്ലോറോഫിൽ എയും സിയും കരോട്ടിനോയിഡ്സും സാന്തോഫിലും അതുപോലെ മേജർ പിഗ്മെന്റ് ആയ ഫ്യൂക്കോസാന്ത്, ബ്രൗൺ നിറത്തിന് കാരണമായ ഫ്യൂക്കോസാന്തിനാണ് ബ്രൗൺ ആൽഗയിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ബ്രൗൺ പിഗ്മെന്റ് മാത്രമല്ല, ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറിലും മറ്റ് ഒലീവ് ബ്രൗൺ കളറിലും ഷെയ്ഡിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പിഗ്മെന്റ്സും കാണപ്പെടുന്നുണ്ട്. മഞ്ഞ കളറിന് കാരണമായ കരോട്ടിനോയിഡ്സിലുള്ള സാന്തോഫിലും ക്ലോറോഫിൽ പിഗ്മെന്റായ എയും സിയും കാണപ്പെടും. റെഡ് ആൽഗയിലോ ക്ലോറോഫിൽ എയും ഡിയും കൂടെ റെഡ് കളറായ പിഗ്മെന്റ് ആയ ഫൈക്കോ എറിത്രിൻ, അതും സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലോറോഫിൽ എ ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ പിഗ്മെന്റ്. ഏത് പ്ലാന്റ് എടുത്താലും അതിൽ കാണപ്പെടുന്ന മേജർ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എ. അതായത് ഏത് പ്ലാന്റ് ആണോ അതിൻ്റെ അകത്ത് ക്ലോറോഫിൽ എ ഉണ്ടായിരിക്കും, നിർബന്ധമായിട്ടും കാണും. അതുകൊണ്ട് ക്ലോറോഫിൽ എ യൂണിവേഴ്സലാണ്. സ്റ്റോർഡ് ഫുഡ്, ആഹാരം എങ്ങനെയൊക്കെ സംഭരിച്ചു വെക്കാം, ഏത് രൂപത്തിൽ? ക്ലോറോഫൈസി എന്ന ഗ്രീൻ ആൽഗകളിൽ കോമൺ ആയിട്ട് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മെജോറിറ്റി ഗ്രീൻ ആൽഗകളും റിസർവ് ഫുഡായിട്ട് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിന്റെ രൂപത്തിലായിരിക്കും. അധികം വരുന്ന ആഹാരം സ്റ്റാർച്ചിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ബോക്സിനകത്ത്, ടെസ്റ്റിലെ ബോക്സിനകത്ത് സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ക്ലോറോഫൈസിയുടെ ക്യാരക്ടേഴ്സ് അടങ്ങുന്ന പാരഗ്രാഫിലെ കൊടുത്തിട്ടൊരു പോയിന്റ് ആണ്: ചില ഗ്രീൻ ആൽഗകൾ ഓയിൽ ഡ്രോപ്ലെറ്റിന്റെ രൂപത്തിലും ആഹാരം സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൂടെ ഞാൻ ബോക്സ് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം മെജോറിറ്റി ഗ്രീൻ ആൽഗകളും സ്റ്റാർച്ചിന്റെ രൂപത്തിലാണെങ്കിൽ ചില ഗ്രീൻ ആൽഗകള് ഓയിൽ ഡ്രോപ്ലെറ്റ് രൂപത്തിലും ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. അതുകൂടെ ഒന്ന് ഓർത്തിച്ചു. അടുത്തത് ഫിയോഫൈസി. ബ്രൗൺ ആൽഗകൾ ഏത് രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? മാനിറ്റോൾ ലാമിനാർ. അതൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറിലുള്ള കാർബോഹൈഡ്രേറ്റ് രൂപമായ മാനിറ്റോൾ അല്ലെങ്കിൽ ലാമിനാർ എന്ന ഏതെങ്കിലും ഫുഡ് രൂപത്തിലായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റെഡ് ആൽഗകൾ ഏത് രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിൻ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് അമൈലോപെക്റ്റിനും ഗ്ലൈക്കോജന്റെ ഒക്കെ സ്ട്രക്ചറിന് സിമിലർ ആണ്. ഗ്ലൈക്കോജൻ കേട്ടില്ലേ? അതേപോലെ അമൈലോപെക്റ്റിൻ ഇതിന്റെയൊക്കെ സ്ട്രക്ചറിന് സിമിലർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയ സ്റ്റാർച്ച് ആയ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് റെഡ് ആൽഗകൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഫുഡിന്റെ പേരുകൾ മിക്കവാറുള്ള ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ചോദിക്കുന്നില്ല. കാരണം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ കാണുന്നില്ല. പുതിയ
ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് നേരത്തെ പറഞ്ഞതൊക്കെ എല്ലാവരും നന്നായിട്ട് വായിക്കുക. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് സെൽവാളിന്റെ പ്രത്യേകത. അതായത് സെൽവാൾ നമ്മുടെ ജനറൽ ക്യാരക്ടേഴ്സിലും തന്നിട്ടുണ്ട്, പാരഗ്രാഫിനകത്ത് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്, അതെല്ലാം മിക്സ് ചെയ്താണ് തന്നിരിക്കുന്നത്. ഗ്രീൻ ആളുകളുടെ സെൽവാളിന്റെ പ്രത്യേകത ഔട്ടർ ലെയർ പെക്ടോസും ഇന്നർ ലെയർ സെല്ലുലോസും ആയിരിക്കും. പ്ലാന്റ് ആണെങ്കിൽ സെൽവാൾ നിർമ്മിച്ചിരുന്നത് സെല്ലുലോസ് കൊണ്ട് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. ഈ സെല്ലുലോസ് എന്ന രണ്ടാമത്തെ ലെയർ ആയിരിക്കും. അതിന്റെ പുറമെ ഒരു പെക്ടോസിന്റെ ലെയറും കൂടെ ഗ്രീൻ ആൽഗയിൽ കാണും. അടുത്തത് ബ്രൗൺ ആൽഗ. സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ട് തന്നെയാണ്, എന്നാൽ അതിന് പുറമെ ഒരു ആൽഗിൻ എന്ന ജെലാറ്റിനസ് കോട്ടിംഗ് കൂടെ കാണപ്പെടും. ജെല്ലി വെച്ചുള്ള ആൽഗിൻ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ആൽഗിന്റെ ഉപയോഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽഗിന്റെ ഒരു ആവരണം കൂടെ പുറമെ സെല്ലുലോസിന്റെ പുറമെ ഉണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടി വെച്ചാൽ ആൽഗിന് ഒരു ജെല്ലാണെന്ന് പറഞ്ഞ ഒരു ഫൈക്കോകൊളൈഡ് ആണ്, വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയുന്ന ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ താലസിനെ പ്രിവെന്റ് ചെയ്യും ഡ്രൈയിൽ നിന്നും, അതായത് ഉണങ്ങുന്നതിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ ലോ ടൈഡ് വരുമ്പോൾ, വേലിയിറക്കം വരുമ്പോൾ കടലിലെ വെള്ളം പിറകിലോട്ട് പിൻവലിയും. അപ്പോൾ പെട്ടെന്ന് കുറെ ആളുകൾ കരപ്രദേശത്ത് തീരത്തോട് അടിഞ്ഞു കൂടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ആ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് കരയിൽ കിടന്ന് എന്ത് പറ്റും, ആളുകൾ പെട്ടെന്ന് നശിച്ചു പോകും. ചൂടേറ്റ് വാടിപ്പോകാനും സെല്ല് നശിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ ആ ചൂടേക്കാതിരിക്കാൻ സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആളുകളുടെ സെൽവാളിന് ചുറ്റും അല്ലെങ്കിൽ സെൽവാളിന്റെ പുറത്ത്, സെല്ലോസിന്റെ പുറത്ത് ഈ ജെല്ലി മെറ്റീരിയലിന്റെ ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ടൈഡിലൂടെ ഉണ്ടാകുന്ന ഡ്രൈനെസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ ആൽഗിൻ സഹായിക്കും. അധികം ഇതുവരെ ചോദിക്കാത്ത ഒരു ഏരിയ, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും, വേണമെങ്കിൽ ചോദിക്കാം. റെഡ് ആൽഗയിലും സെല്ലുലോസ് കൊണ്ടുള്ള സെൽവാൾ തന്നെ, പക്ഷെ അതിന്റെ കൂടെ പെക്റ്റിനും പോളിസൾഫേറ്റ് എസ്റ്ററും കൂടെ അടങ്ങിയിട്ടുണ്ട്. അതും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് ഫ്ലജല്ലാർ നമ്പർ ആൻഡ് പൊസിഷൻ ഓഫ് ഇൻസേഷൻ. ഓരോ ആളുകളിലും എത്ര ഫ്ലജല്ല ഉണ്ട്, അതിന്റെ ഇൻസേഷൻ, അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏത് ഭാഗത്താണ്. ആദ്യം ഗ്രീൻ ആൽഗയിൽ 2 ഫ്ലജല്ല ആകാം, അല്ലെങ്കിൽ 4 ആകാം, അല്ലെങ്കിൽ 6 ആകാം, അല്ലെങ്കിൽ 8 ഫ്ലജല്ല ആകാം. എത്ര ഫ്ലജല്ല ഉണ്ടോ അത് ഈക്വൽ ആയിരിക്കും, അത് ഒരേ സൈസ് ആയിരിക്കും. പിന്നെ എപ്പിക്കൽ സെല്ലിന്റെ ടോപ്പിൽ ടിപ്പിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എത്ര ഫ്ലജല്ല ഉണ്ടോ അതെല്ലാം ടിപ്പിലായിട്ട് അത് ഈക്വൽ സൈസിൽ അറേഞ്ച് ചെയ്യും. ബ്രൗൺ ആളുകൾ 2 ഫ്ലജല്ല, അത് അൺഈക്വൽ ആയിരിക്കും, ലാറ്ററൽ ആയിരിക്കും. അതായത് 2 ഫ്ലജല്ല മാത്രമേ കാണപ്പെടുന്നുള്ളൂ, അത് ഈക്വൽ സൈസ് അല്ല, രണ്ടും രണ്ടായിരിക്കും, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. പിന്നെ ലാറ്ററൽ സൈഡിലായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്. റെഡ് ആൽഗകളിൽ ഫ്ലജല്ല ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ ഗ്യാമിറ്റില് നോൺ മോട്ടൈൽ ആയിരിക്കും. ഗ്യാമിറ്റിലൊന്നും ഫ്ലജല്ല കാണത്തില്ല. റെഡ് ആളുകളുടെ ഗ്യാമിറ്റ്സ് എല്ലാം തന്നെ നോൺ മോട്ടൈൽ ആയിരിക്കും, കാരണം ഫ്ലജല്ല ആബ്സെന്റ് ആയിരിക്കും. അടുത്തത് ഇവിടെ താലസ് നോക്കാം. താലസിന്റെ പ്രത്യേകത, അതായത് പ്ലാന്റ് ബോഡിയുടെ പ്രത്യേകത എന്താണ്? ഗ്രീൻ ആൽഗയുടെ പ്ലാന്റ് ബോഡി യൂണിസെല്ലുലർ ആൽഗകളാകാം, ഒറ്റ സെല്ലുള്ള ഗ്രീൻ ആൽഗയാകാം. എക്സാമ്പിൾ ക്ലാംഡോമോണസ്. ഇപ്പൊ ക്ലാംഡോമോണസ് കിങ്ഡം പ്ലാന്റിൽ നിന്ന് മാറ്റി പ്രോട്ടിസിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ദെൻ കോളനിയൽ ടൈപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോളനിയായിട്ട് കാണപ്പെടുന്ന വോൾവോക്സ്. ദെൻ ഫിലമെന്റസ് ആൽഗകളായ സ്പൈറോഗേറ അല്ലെങ്കിൽ യൂറോത്രിപ്സ്. അങ്ങനെ ഫിലമെന്റസ് രീതിയിലോ കോളനിയൽ ടൈപ്പിലോ അല്ലെങ്കിൽ സിംഗിൾ സെല്ലായിട്ടോ ആൽഗകൾ, ഗ്രീൻ ആൽഗകൾ കാണപ്പെടും. ബ്രൗൺ ആളുകളുടെ പ്രത്യേകത, സിമ്പിൾ ബോഡി ആയിരിക്കും, ബ്രാഞ്ച്ഡ് ആയിരിക്കും. അത് ബ്രാഞ്ച്ഡ് ശാഖകളോട് കൂടിയതായിരിക്കും, ഫിലമെന്റസ് ആയിരിക്കും, നേർത്ത ദണ്ട് പോലെ ആയിരിക്കും കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എക്ടോകാർപ്പസ് എന്നൊരാളുകൾ, ഫിലമെന്റ് ഉള്ള ബ്രാഞ്ച്ഡ് കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. ഓർ ഫ്ലാറ്റ് ആൻഡ് റിബൺ ഷേപ്ഡ്, പരന്ന റിബൺ പോലെ ഇരിക്കുന്ന ആളുകളുണ്ട്. എക്സാമ്പിൾ സർഗാസം, ലാമിനേറിയ, ഫ്യൂക്കസ് എല്ലാം ഇലകൾ പോലെ പരന്ന് റിബൺ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഇതിൽ ബ്രൗൺ ആളുകളിൽ ജെയിന്റ് ആയിട്ടുള്ള ബ്രൗൺ ആളുകളുണ്ട്, അതായത് ഭീമാകാരമായിട്ട് വളരുന്ന ജെയിന്റ് ബ്രൗൺ ആളുകൾ കാണപ്പെടുന്നുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് കെൽപ്സ്. ഏകദേശം 100 മീറ്റർ വരെ പൊക്കത്തിലൊക്കെ വളരുന്ന ആളുകളാണ്. എക്സാമ്പിൾ മാക്രോസിസ്റ്റ്. ചില ആളുകൾ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിരിക്കും, ഒഴുകി നടക്കുന്ന ആളുകളായിരിക്കും. എക്സാമ്പിൾ അസർഗാസം. എന്നാൽ ചിലത് എപ്പിഫൈറ്റിക്, മറ്റേതെങ്കിലും പ്ലാന്റിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നതായിരിക്കും. എപ്പിഫൈറ്റിക്, മറ്റ് പ്ലാന്റ്സിൽ അറ്റാച്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ എക്ടോകാർപ്പസ്. ഇനി ഇവയുടെ താലസിന്റെ പ്രത്യേകത, താലസിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ്, ദെൻ ഫ്രോണ്ട്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളെ, അതായത് ഏതെങ്കിലും സബ്സ്ട്രേറ്റതിൽ, മണ്ണിലോ സോയിലോ പാറയിലോ മറ്റു ഏതെങ്കിലും സബ്സ്ട്രേറ്റതിൽ പറ്റിപ്പിടിക്കാൻ, ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ആങ്കറിംഗ് പാർട്ടിനെയാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ ആങ്കറിംഗ് പാർട്ടായിരിക്കും, അത് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കും.
പിന്നെ സ്റ്റൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക് പോലെ സ്റ്റെം പോലെ കാണപ്പെടുന്ന ഭാഗമായിരിക്കും. ഫ്രോണ്ട് എന്ന് പറയുന്നത് ലീഫ് ലൈക്ക് പാർട്ടായിരിക്കും, ഇലകൾ പോലെ കാണപ്പെടുന്ന പാർട്ടായിരിക്കും. പിന്നെ ഓരോ സെല്ലിന്റെയും പ്രത്യേകത സെൻട്രലിൽ വലിയൊരു വാക്യൂളും ന്യൂക്ലിയസും കാണപ്പെടുന്നുണ്ട്. ഈ വാക്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ ബോയൻസി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കും. റെഡ് ആൽഗയുടെ താലസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലർ ആണ്, മോസ്റ്റ്ലി മറൈൻ, കടലിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും വാമർ ഏരിയയിൽ, ചൂടുള്ള അതായത് ലൈറ്റും ടെമ്പറേച്ചറും കിട്ടുന്ന വാമർ ഏരിയയിലായിരിക്കും കൂടുതലും റെഡ് ആൽഗകൾ കാണപ്പെടുന്നത്. എന്നാൽ ലൈറ്റ് ഉള്ള ഏരിയയിലും ലിറ്റിൽ ലൈറ്റ്, വളരെ ലൈറ്റ് കുറച്ച് പെനട്രേറ്റ് ചെയ്യുന്ന ആഴമുള്ള ഭാഗങ്ങളിലും എന്ത് കാണപ്പെടുന്നു, ലൈറ്റ് വളരെ കുറച്ച് മാത്രം എത്തുന്ന ആഴമുള്ള ഭാഗങ്ങളിലും റെഡ് ആൽഗകളുടെ പ്രസൻസ് കാണാം. ഇനി ഇവയുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്ന് അറിയില്ല. പ്ലാന്റ്സിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും, ക്ലോറോഫിൽ അടങ്ങിയിരുന്ന പ്ലാസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഗ്രീൻ ആൽഗകളിലാണെങ്കിൽ ദ പിഗ്മെന്റ്സ് ആർ ലൊക്കലൈസ്ഡ് ഇൻ ഡെഫിനിറ്റ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലാണ് ഈ പിഗ്മെന്റ്സ് കാണപ്പെടുന്നത്. അത് ഡിസ്കോയിഡ് ഷേപ്പ് ആകും. ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് ഡിസ്കോയിഡ് ആകാം, പ്ലേറ്റ് ലൈക്ക് ആകാം, റെട്ടിക്കുലേറ്റ് വലകൾ പോലെ ആകാം, കപ്പ് ഷേപ്പിലാകാം, സ്പൈറൽ അല്ലെങ്കിൽ റിബൺ ഷേപ്പിലാകാം. ഇങ്ങനെ പല ഷേപ്പിലായിരിക്കും സ്പീഷീസിൽ കാണപ്പെടുന്നത്. സ്പൈറോഗേറയിലാണ് ഈ റിബൺ ഓർ സ്പൈറൽ ഷേപ്പിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് വന്നത് സ്പൈറോഗേറ. പിന്നെ കപ്പ് ഷേപ്പിൽ കാണപ്പെടുന്ന എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടിസ്റ്റോട് മാറ്റി അതിന്റെ കപ്പിന്റെ ആകൃതിയിലാണ് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്. ഇങ്ങനെ ക്ലോറോപ്ലാസ്റ്റ് ഓരോ ആളുകളിലും വേരിയസ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് ഒരു സ്റ്റോറേജ് കൂടിയുണ്ട്. അതും പരീക്ഷയ്ക്ക് അധികം ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നോട്ട് ചെയ്ത് വെച്ചോളൂ, പൈറിനോയിഡ്. പൈറിനോയിഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ബോഡി. ചിലപ്പം ചില ക്ലോറോപ്ലാസ്റ്റിൽ ഒരു പൈറിനോഡ് ആകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈറിനോഡ്സ് കാണപ്പെടാം. സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുക എന്നതാണ് പൈറിനോയിഡിന്റെ ഫംഗ്ഷൻ. ഒരു പ്രോട്ടീൻ കോർ ആണ്, അതിന് ചുറ്റും സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യും. ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ബ്രൗൺ ആൽഗെ. അതിന്റെ കളർ എന്ന് പറയുന്നത് ബ്രൗൺ പിഗ്മെന്റ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ പല ഷെയ്ഡിലായിരിക്കും. അതായത് ഒലീവ് ഗ്രീൻ മുതൽ പ്യുവർ ബ്രൗണോ അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ, അങ്ങനെ ഡിഫറന്റ് ഷെയ്ഡിലാണ് അത് കാണപ്പെടുന്നത്. അതിൻ്റെ അകത്തുള്ള എമൗണ്ട് ഓഫ് സാന്തോഫിലിന്റെയും ഫ്യൂക്കോസാന്തിന്റെയും പ്രസൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എത്രത്തോളം ഫ്യൂക്കോസാന്തിൻ സാന്തോഫിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബേസിലാണ് വേരിയസ് ഷെയ്ഡിൽ ഇത് കാണപ്പെടുന്നത്. റെഡ് ആൽഗകളാണെങ്കിൽ റെഡ് കളർ തന്നെയായിരിക്കും. പ്രിഡോമിനന്റ് കളർ എന്ന് പറയുന്നത് റെഡ് തന്നെയാണ്. അതിന് കാരണം R-ഫൈക്കോഎറിത്രിൻ. R-ഫൈക്കോഎറിത്രിൻ എന്ന റെഡ് പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് റെഡ് ആൽഗകൾ റെഡ് കളർ തന്നെ കാണപ്പെടുന്നത്. അടുത്തത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ 3 തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ അല്ലെ. അതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നത് ഒന്നുകിൽ ഫ്രാഗ്മെന്റേഷൻ. കോമൺ ആയിട്ട് ആളുകൾ കാണപ്പെടുന്ന, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, കോമൺ മെത്തേഡാണ് ഫ്രാഗ്മെന്റേഷൻ. ബോഡി മുറിഞ്ഞു പോയാൽ ഓരോ ഫ്രാഗ്മെന്റ്സ് പുതിയ ആളുകളായിട്ട് മാറും. അല്ലെങ്കിൽ ചില ആളുകളിൽ സ്പോറിന്റെ രൂപത്തിലായിരിക്കും പുതിയ ആളുകൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്നത് ഗ്രീൻ ആൽഗയുടെ പ്രത്യേകതയാണ്. ഗ്രീൻ ആൽഗകളിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയോ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർട്സ് വഴിയോ പുതിയ ജനറേഷൻ ഉണ്ടാക്കാം. ബ്രൗൺ ആൽഗയിലും റെഡ് ആൽഗയിലൊക്കെ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് പുതിയ ജനറേഷനെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞ സൂസ്പോർ പറഞ്ഞ ഓർമ്മയുണ്ട്. മോട്ടൈൽ സ്പോറുകൾ, ഫ്ലജല്ലുള്ള ചലിക്കാൻ കഴിയുന്ന പ്രത്യേകതരം സ്പോർ ഒരു പ്രത്യേക അറയ്ക്കുള്ളിൽ ഉണ്ടാവും. ആ അറകളെ സൂസ്പൊറാഞ്ചിയം എന്നാണ് പറയുന്നത്. ഗ്രീൻ ആൽഗകളിൽ ഫ്ലജല്ലുള്ള സൂസ്പോറുകൾ സൂസ്പൊറാഞ്ചിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. മെച്ചൂർ ആകുമ്പോൾ ഓരോ സ്പോറും അത് ലിബറേറ്റ് ചെയ്ത് റിലീസ് ചെയ്ത് പുതിയ ആളുകളായിട്ട് മാറും. ബ്രൗൺ ആളുകളും അത് തന്നെയാണ്. പക്ഷെ അത് പിയർ ഷേപ്പിലുള്ള രണ്ട് ഫ്ലജല്ലുള്ള ബൈഫ്ലജല്ലേറ്റ് പിയറിന്റെ ആകൃതിയിലുള്ള സൂസ്പോർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സൂസ്പൊറാഞ്ചിയത്തിനുള്ളിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. റെഡ് ആൽഗയിൽ സ്പോർ തന്നെ ഉണ്ടാവും, പക്ഷെ അത് നോൺ മോട്ടൈൽ ആയിരിക്കും. എന്തുകൊണ്ട് നോൺ മോട്ടൈൽ? ഫ്ലജല്ല ആബ്സെന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസോഗമി ആകാം, അനൈസോഗമി ആകാം, ഊഗമി ആകാം. മൂന്നിന്റെ അർത്ഥം അറിയാം, വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൗൺ ആളുകളിൽ ഇതിന് ഐസോഗമിയോ അനൈസോഗമിയോ ഊഗമിയോ ആകാം. എന്നാൽ ഇതിന്റെ ഫെർട്ടിലൈസേഷൻ വാട്ടറിലാണ് നടക്കുന്നത്. അത് പ്രത്യേക അറകൾക്കുള്ളിൽ, ഊഗോണിയം എന്ന അറകൾക്കുള്ളിൽ നടക്കാറുണ്ട്. അത് ഊഗ്യാമസ് സ്പീഷീസിൽ മാത്രം. ബ്രൗൺ ആൽഗയുടെ ഊഗ്യാമസ് കാണിക്കുന്ന സ്പീഷീസിലാണ് ഒരു അറകൾക്കുള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോഴും, ഇവിടെ മെയിലോ ഫീമെയിലോ ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ രണ്ട് ഫ്ലജല്ല, ലാറ്ററൽ സൈഡിലായിട്ടുള്ള രണ്ട് ഫ്ലജല്ല, അത് അതിന്റെ ഷേപ്പ് പിയർ ഷേപ്പിലായിരിക്കും, പിയർ ആകൃതിയിലായിരിക്കും രണ്ട് ഫ്ലജലുള്ള ഗ്യാമീറ്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യും. റെഡ് ആൽഗകളിൽ ഊഗമി മാത്രമേ കാണിക്കാറുള്ളൂ. അതും നോൺ മോട്ടൽ ആയിരിക്കും. രണ്ട് സൈസ് ആയിരിക്കും, പക്ഷെ അതിൽ
ഫ്ലജല്ല ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റുകളിലൂടെ ഊഗമി കാണിക്കുന്ന ഒരു ആൽഗയാണ് റെഡ് ആൽഗെ. അതിന്റെ സൈഗോട്ടിന്റെ ഫോർമേഷനും പിന്നീടുള്ള പോസ്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സുകളെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഹയർ പ്ലാന്റ്സിനെ പോലെ ചെറിയ കോംപ്ലിക്കേറ്റഡ് മെത്തേഡിലൂടെയാണ് അതിന്റെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് കാണിക്കുന്നത്. അത് റെഡ് ആൽഗയുടെ മാത്രം പ്രത്യേകത. ഇനി ടെസ്റ്റിന്റെ ബോക്സിൽ തന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഹാബിറ്ററ്റ്സ്. എവിടെയൊക്കെ കാണപ്പെടും? കൂടുതലും ഗ്രീൻ ആൽഗെ ഫ്രഷ് വാട്ടർ ശുദ്ധജലത്തിലും, ബ്രാക്കിഷ് വാട്ടർ അതായത് കായലോര വാട്ടറിലും, അതുപോലെ സാൾട്ട് വാട്ടർ കടൽ ജലത്തിലും കാണപ്പെടാം. ബ്രൗൺ ആൽഗെ അതുപോലെ ഫ്രഷ് വാട്ടറിൽ വളരെ കുറച്ചേ ഉള്ളൂ, ബ്രാക്കിഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലും കൂടുതലായിട്ട് കാണപ്പെടും. എന്നാൽ റെഡ് ആൽഗകൾ ഫ്രഷ് വാട്ടറിൽ വളരെ കുറച്ചേ ഉള്ളൂ, ബ്രാക്കിഷ് വാട്ടറിൽ കാണപ്പെടുന്നുണ്ട്, വളരെ കൂടുതൽ കാണപ്പെടുന്നത് സാൾട്ട് വാട്ടറിൽ കടൽ വെള്ളത്തിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. കോമൺ എക്സാമ്പിൾ പഠിച്ചിരിക്കണം കേട്ടോ, കാരണം ഓരോന്നായിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ ക്ലാസിന്റെയും എക്സാമ്പിൾ പഠിച്ചിരിക്കും. ക്ലോറോഫൈസിൽ വരുന്നത് ക്ലാമിഡോമോണസ്, ക്ലോറല്ല, വോൾവോക്സ്, യൂറോത്രിക്സ്, സ്പൈറോഗെറ, ക്യാര. ക്യാര എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അമ്പലക്കുളങ്ങളിലൊക്കെ കാണുന്നത്, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന ഒരു ആൽഗയാണ്. ചിലപ്പോൾ നമ്മുടെ അക്വേറിയത്തിലൊക്കെ കാണപ്പെടും. ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് പോകും, മുറിച്ചിട്ടാലും ബ്രാഞ്ച് ആയിട്ട് നൂല് പോലെ ആയിരിക്കും എൻ്റെ ഇതിന്റെ ക്യാര. ബ്രൗൺ ആൽഗെ എക്സാമ്പിൾ എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേറിയ, സർഗാസം, ഫ്യൂക്കസ്. എക്സാമ്പിൾ ഓർത്തിരിക്കും. റെഡ് ആൽഗകൾ എക്സാമ്പിൾ പോളിസിഫോണിയ, പോർഫൈറ, ഗ്രാസിലേറിയ, ജെലീഡിയം. ജെലീഡിയം ഗ്രാസിലേറിയുടെ പ്രത്യേകത അറിയാലോ, അഗർ എടുക്കുന്നത് ആ ആൽഗകളിൽ. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. കൂടുതലും ആ ബോക്സിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് റിസർവ് ഫുഡ് ഓഫ് റോഡോഫൈസിയ. റോഡോഫൈസിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഏതാ? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ചൂസ് ദ കറക്റ്റ് ആൻസർ. റിസർവ് ഫുഡ് ഇൻ തിയോഫൈസിയ. ബ്രൗൺ ആൽഗയിൽ കാണപ്പെടുന്ന റിസർവ് ഫുഡ് ഏതാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ആൻസർ? മാനിറ്റോൾ. ചിലപ്പോൾ ലാമിനാരായിരിക്കും തരുന്നത്. അതിൽ ഏതാണോ അത് നോക്കി എഴുതുക, മാനിറ്റോൾ അല്ലെങ്കിൽ ലാമിനാർ. ഇവിടെ തന്നിരിക്കുന്നതിൽ പ്രോട്ടീൻ സ്റ്റാർച്ച്, മാനിറ്റോൾ, സ്റ്റാർച്ച്, ആൽഗിനാണ്. അപ്പൊ ആൻസർ മാനിറ്റോൾ ആയി. വിച്ച് ക്ലാസ് ഓഫ് ആൽഗെ ഈസ് കോമൺലി കാൾഡ് ആസ് ബ്രൗൺ ആൽഗെ? ബ്രൗൺ ആൽഗെ എന്നറിയപ്പെടുന്ന ആരാണ്? തിയോഫൈസിയ. റെഡ് ആൽഗെ എന്നറിയപ്പെടുന്നത് റോഡോഫൈസിയ. ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്നത് ക്ലോറോഫൈസിയ. അടുത്ത് നോക്കുക, ഒരു ബോക്സ് ആണ്, 3 കോളം തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിനകത്ത് ക്ലാസ്സുകളുടെ പേരാണ്, ആദ്യത്തത് വിട്ടിട്ടുണ്ട്. രണ്ടാമത്തതിൽ അവർ കോമൺ നെയിം ആണ്, രണ്ടാമത്തത് വിട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ബോക്സിനകത്ത് റിസർവ് മെറ്റീരിയൽസ് ആണ്, ആദ്യത്തെ മാത്രം തന്നിട്ടുണ്ട്. എഴുതാൻ എളുപ്പമാണ് അല്ലേ? ആദ്യത്തെ ക്ലാസ് ഏതായിരിക്കും? ഗ്രീൻ ആൽഗെ ആണ് എന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? ക്ലോറോഫൈസിയ, അതാണ് എ. ദെൻ ബി എന്താണ്? തിയോഫൈസിക്ക് നേരെയാണ്, അതിന്റെ കോമൺ നെയിം ആണ് എഴുതേണ്ടത്. ഏതായിരിക്കും? ബ്രൗൺ ആൽഗെ. അടുത്ത സി വരുന്നത് ഫുഡ് മെറ്റീരിയൽസിന്റെ കോളത്തിലാണ്. സിയിൽ നേരെ ബ്രൗൺ ആൽഗെയാണ്. തിയോഫൈസിലെ ഫുഡ് മെറ്റീരിയൽ ഏതാണ്? മാനിറ്റോൾ അല്ലെങ്കിൽ ലാമിനാറിൻ. ദെൻ റോഡോഫൈസിലാണ് ഫുഡ് മെറ്റീരിയൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. 3 തരം ആൽഗൽ ക്ലാസിനെ പറ്റിയും അതിൻ്റെ പിഗ്മെന്റ്സ്, സ്റ്റോർഡ് ഫുഡ് എന്നിവയെക്കുറിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാടുണ്ട്. എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയകളാണ് ഇനി ഒന്ന് ഓർത്തിരിക്കേണ്ടത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമത്തത് കോളനിയൽ ഗ്രീൻ ആൽഗയുടെ പേരൊന്ന് ഓർത്തിരിക്കുക. ഒരു ഗ്രീൻ ആൽഗയുണ്ട്, അത് കോളനിയൽ ടൈപ്പാണ്. കോളനിയായിട്ട് കാണുന്നതിൻ്റെ പേര് വോൾവോക്സ്. സ്റ്റാർച്ച് സ്റ്റോറേജ് ബോഡി പ്രസന്റ് ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ഗ്രീൻ ആൽഗെ ആർ കാൾഡ്. ഗ്രീൻ ആൽഗകളുടെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് സ്റ്റാർച്ച് സ്റ്റോറേജ് ബോഡിയുടെ പേരെന്ത്? പൈറിനോയിഡ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ റെഡ് ആൽഗെ, ആൻസർ ഊഗമി. ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രൗൺ ആൽഗെ ഈസ് യൂഷ്വലി അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റ് ബൈ ഡാഷ്. ബ്രൗൺ ആൽഗകളെ ഏതെങ്കിലും സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടിൻ്റെ പേര് ഹോൾഡ് ഫാസ്റ്റ്. ഇൻ ബ്രൗൺ ആൽഗെ ദ വെജിറ്റേറ്റീവ് സെൽസ് ഹാവ് എ സെല്ലുലോസ് സെൽ വാൾ യൂഷ്വലി കവേർഡ് ഓൺ ദ ഔട്ടർ സൈഡ് ബൈ എ ജെലാറ്റിനസ് കോട്ടിംഗ് ഓഫ് ഡാഷ്, ആൻസർ ആൽഗിൻ. ഓർത്തിരിക്കുക, അത് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ്. സോഴ്സ് ഓഫ് അഗർ, ഇത് ചോദിച്ചിട്ടുണ്ട് മുൻപും, ജെലീഡിയം ഗ്രാസിലേറി. ഡാഷ് എ യൂണിസെല്ലുലർ ആൽഗെ rich in proteins is used as food supplement even by space travelers. ഏത് ആൽഗയാണ് സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നത്? ആൻസർ ക്ലോറല്ല. ഇത്രയും പോയിന്റും, എന്നാൽ ടെസ്റ്റ് വായിച്ച് ഇനിയും ഇതുപോലുള്ള ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ് നോട്ട് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. 3 ടൈപ്പ് ക്ലാസ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തു. ഇതേപോലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പിന്നീട് എല്ലാം ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ ഉൾപ്പെടുത്താത്തത്. എല്ലാം സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ബോക്സ് തന്നിട്ട് ചോദിക്കുന്നതാണ് കൂടുതൽ. അതുകൊണ്ട് ആ ബോക്സ് പഠിച്ചു വെച്ചിരിക്കുക.
ഒരുപാട് ചോദിച്ചുകൊണ്ട് ഇപ്പൊ ചോദിക്കാറില്ല എന്ന് കരുതി ചോദിച്ചുവിടാന്നില്ല, ഇനിയും ചോദിക്കാം. പബ്ലിക് എക്സാം ചോദിക്കാൻ ചാൻസ് ആണ്, അല്ലെങ്കിൽ വേറെ പോർഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. എന്തായാലും അത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.